പണ്ട് വടകര മമതായി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് പാറക്കടവ് തറക്കല്ലിടാൻ. അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ മർക്കസൊന്നും അറിയില്ല. മൂപ്പര് വയലു പറഞ്ഞു, കുന്നാലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. കുന്നാലിമൻ, നീ ആലിമായിട്ട് നിൽക്കണം. ഔ മുതഅല്ലിമൻ, അല്ലെ പഠിക്കുന്നവനാണ്. ഔ മുസ്തമിഅൻ, അല്ലെ കേട്ട് മനസ്സിലാക്കുന്നവനാണ്. ഔ മുഹിബ്ബൻ, അല്ലെ സ്നേഹിക്കുന്നവനാണോ. ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ ആളായത്. അപ്പോൾ നമുക്ക് നമ്മളാരും ആലിമീങ്ങളല്ല, ആലിമീങ്ങൾ ഇന്നില്ല. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒറ്റ ആലിമില്ലാത്ത കാലം വരുമെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് കൊണ്ടാണ് പല ഉലമാക്കളും ഉസ്തുദില്ല ബിഹി അലാ ഫഖദിൽ ഉലമാഇൽ മുജ്തഹിദി ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് മുജ്തഹിദായ ഇമാമിങ്ങൾ ഉണ്ടാവില്ല എന്നതിന് തെളിവാണ് ആ ഹദീസ്. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, അങ്ങനെയുണ്ട്. അവിടെ റിവായത്ത് ബുഖാരിയിലുള്ളതാണ്. നിങ്ങളൊക്കെ ബുഖാരിയിൽ ഓതുന്ന സമയത്ത് ഓതിയിട്ടുണ്ടത്. അപ്പോൾ ഒറ്റ ആലിമില്ലാത്ത കാലം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആലിമ കൊണ്ട് ഉദ്ദേശം മുജ്തഹിദായ ഇമാമിങ്ങൾ ഉണ്ടാവില്ല എന്നാവില്ല. അതായത് ഷാഫി ഇമാം റളിയല്ലാഹു പോലെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള മുജ്തഹിദീങ്ങളില്ലാത്ത കാലം വരുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലിമീങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇസ്തിലാഹിയായിട്ട് ആലിമീങ്ങൾ ഇല്ല. ആലിമ് എന്ന് പറയണമെങ്കിൽ മുജ്തഹിദാകണം. മുഫ്തി എന്ന് പറയുന്നതും മുജ്തഹിദ് എന്ന് പറയുന്നതൊക്കെ മുജ്തഹിദ് മുത്തലഖിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുഫ്തിമാരില്ല, ഇവിടെ ഫത്വ കമ്മിറ്റി തന്നെ ഉണ്ട്. അതുപോലെ ആലിമ്യങ്ങളില്ല, ജമിയത്തുൽ ഉലമയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആലിമ്യങ്ങളില്ല അറിയാൻ പറ്റും. അപ്പോഴില്ല എന്ന് പറഞ്ഞത് ഇസ്തിലാഹിയായ ആലിമ്യങ്ങളില്ല എന്നാണ്. അതേസമയത്ത് മൗലവിമാരില്ല എന്നല്ല. ഇപ്പോൾ മൗലവിമാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൂട്ടത്തിൽ വിവരമുള്ളവരുണ്ട്. അതാണ് മൗലവിമാർ എന്ന് പറയുന്നത്. മൗലിയാർ എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ എന്നല്ലേ, മുന്നിൽ നിന്നിട്ട് ഇമാമത്ത് നിസ്കരിക്കുന്നതുകൊണ്ടല്ലേ മുസ്ലിയാർ എന്ന് പേര് വന്നു. അപ്പോൾ ഇമാമത്ത് നിൽക്കുന്ന ആളുണ്ട്, മൗലിയാരുണ്ട്. ഇസ്തിലാഹ് എന്ന് വലിയൊരു വിഷയമാണ്. നമ്മളെ ഇന്നലെ പിന്നെ തൊഫോദി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ പ്രസംഗിക്കും. നിങ്ങളെ തന്നെ പ്രസംഗിക്കലുണ്ടാവും. ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ പലരും പറഞ്ഞു നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു ഇബാദത്താവുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കും. മൗലവിമാരെന്ന് കേട്ടിട്ട് ഞാൻ ജാഹിലിങ്ങളും സ്വാഗതം പറയുമ്പോൾ പ്രസംഗിക്കുക. ഇസ്തിലാഹിയായ ഇബാദത്തല്ല എന്ത് നിക്കാഹ്. നിക്കാഹ് ഇസ്തിലാഹിയായിട്ട് അഖദാണ്. അഖദുൻ ഒരിടപാടാണ്, അല്ലാതെ ഇബാദത്തല്ല. അപ്പോൾ ഇബാദത്താണെന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ കുറേ പെണ്ണിട്ടണമെന്ന് ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതല്ലേ, ഇഖ്താറുൽ ഇബാദത്ത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇബാദത്തല്ല. അതേ സമയത്ത് അത് ഇസ്തിലാഹിയായിട്ടാണ്, ഇബാദത്തല്ല എന്ന് പറഞ്ഞത്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇബാദത്ത് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ വിമർശിക്കേണ്ടിയുണ്ടോ? ഇല്ല. കാരണം അഖദുകളുടെ കൂട്ടത്തിൽ തഅബ്ബുദിയായിട്ടുള്ള ഒരു അഖദും നിക്കാഹല്ലാതെ വേറില്ല എന്ന് തൊഫേ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന വേറൊരു അഖദ് അങ്ങനെ പ്രത്യേകില്ല. അപ്പോൾ യുസാബു അലൈഹിയായ ഒരു അഖദാണ്, വെറും ഒരു മുബാഹല്ല. യുസാബു അലൈഹ, പക്ഷേ അത് ആയിരിക്കും എന്നാണ് പറഞ്ഞില്ല. തായിഖ് എന്ന് പറഞ്ഞിട്ട് യുസന്നുലി തായിഖ് എന്നാണ് ഫത്വൽ മേലിൽ തന്നെ പറഞ്ഞത്. എല്ലാവർക്കും അല്ല, യജിദു ഉഹുബത്തൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മഹർ കൊടുക്കാനുള്ള കഴിവും ഒരു ദിവസത്തെ ചെലവ് കൊടുക്കാനുള്ള കഴിവും ഒരു ഫസലിലുള്ള ലിബാസ് കൊടുക്കാനുള്ള കഴിവുള്ള ആൾക്കാണ് അദ്ദേഹം യഹ്താജിലി വത്തുൻ ആണെങ്കിൽ അദ്ദേഹത്തിനാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അല്ലാത്തവർക്ക് മുബാഹ് വരും. പിന്നെ അതിനനുസരിച്ച് ഹുക്മെല്ലാം മാറും. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, തഫയിൽ അതിനെപ്പറ്റിയുള്ള വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇസ്തിലാഹിയായിട്ട് ഇബാദത്തല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ മായുസാബു അലൈഹി അല്ല എന്ന നിലക്ക് അതിനെപ്പറ്റി എന്ത് പറഞ്ഞൂടാ, ഇബാദത്തല്ലാന്നും
പറഞ്ഞുവിടാറുണ്ട്. അപ്പോൾ ഇബാദത്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മൈസാബു അലിഹിയാണ്, പുണ്യകർമ്മമാണ് എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ്. അപ്പോൾ ഇസ്തിലാഹ് എന്ന് പറയുന്നത് എപ്പോഴും ഓരോന്നിനും ഓരോ ഇസ്തിലാഹ് ഉണ്ടാവും. ആ ഇസ്തിലാഹിനെ സംബന്ധിച്ച് ബോധമില്ലാതെ പലരും എല്ലാം കൂട്ടിക്കലർത്തി സംസാരിക്കും. അപ്പോൾ പല അബദ്ധങ്ങളിലും പോയിട്ട് ചാടി വീഴും. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും പറ്റിയ ഒരു ബസീറത്ത് വേണം, ഇസ്തിലാഹിയായ പ്രയോഗം. അതിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അൽ മുഖല്ലിദ് ജാഹിലുൻ എന്നുണ്ട്, കിതാബിലൊക്കെ ഉള്ള ഇബാറത്താണ്. മുഖല്ലിദ് ജാഹിലാണ്. അപ്പോൾ പിന്നെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുഖല്ലിദ് ജാഹിലാന്ന് കാണിക്കണം. നമുക്ക് ജാഹിലാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കെന്താ, നമുക്ക് മുജ്തഹിദാ, അതുകൊണ്ട് മുജ്തഹിദാവോ? മുഖല്ലിദ് ജാഹിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ വേറൊരാളെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം വിവരമുള്ള പിന്നെ വേറൊത്തിനെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ സ്വന്തത്തിൽ വിവരമില്ലാത്ത ആളല്ലേ മുഖല്ലിദ്, ജാഹിലായിരിക്കും ഉറപ്പല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഷാഫിമാനെ സ്വീകരിക്കേണ്ടി വന്നത്. നമ്മൾ വണ്ടി തന്നെ ഷാഫിമാനത്തോൽ ഇമാമാണെങ്കിൽ പിന്നെ നമ്മളുടെ ഷാഫിമാനെ സ്വീകരിക്കാൻ പോകും. അപ്പോൾ മുഖല്ലിദ് ജാഹിലാണെന്നും കാണും, അതുപോലെ തന്നെ ആലിമാണെങ്കിൽ മുജ്തഹിദാകണമെന്നും കാണും. ഇതൊക്കെ ഇസ്തിലാഹിയായ പ്രയോഗങ്ങളാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ബസീറത്തുണ്ടാകും. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഷെയ്ഖ് തരീഖത്ത് തുടങ്ങിയ വിഷയങ്ങൾ. അതിലും കുറച്ച് നമുക്ക് നല്ല ബോധം വേണം. ആ ബോധമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചങ്ങായി കുറച്ച് ഒരു തസ്ബീഹ് മാലയും പിടിച്ച് ഒരു പച്ചക്കളർ ഉള്ള ഒരു തൊപ്പിയൊക്കെ ഇട്ട് എന്നിട്ട് അതൊന്ന് കെട്ടി പിന്നെ വേണമെങ്കിൽ ഒരു പുതപ്പെടുത്ത് ചുമലിടുകയും ചെയ്തു എന്നിട്ട് കുത്തിരി ഞാൻ ഷെയ്ഖാവും എന്ന് വിചാരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതൊക്കെ ഷെയ്ഖന്മാർക്കുള്ള എല്ലാ ഔസാഫുകളും ഇവർക്ക് ചുമത്തി അവരെ ഹംലി ചെയ്ത് അപ്പോൾ ഷെയ്ഖാണ് അതുകൊണ്ട് മൂപ്പര് പറയുന്നില്ല അപ്പുറം ചെയ്തുകൂടാ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മഹറൂരിയങ്ങളുണ്ട്. അപ്പം നമ്മളതിനെ സംബന്ധിച്ചൊക്കെ ഒരു നല്ല ബസീറത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ഇപ്പം ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു നമുക്ക് സ്വന്തത്തിൽ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ബസീത്ത് വേണം. അല്ലാതെ ഷെയ്ഖാന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. ഇത് അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളുടെ മവാസീനുൽ ഖാസിരി എന്ന് പറയുന്നൊരു കിതാബാണ്, ചെറിയൊരു കിതാബാണ്. ഇത് നോക്കിയാൽ ഇതിൽ കുറേ സംഗതികൾ നമുക്ക് കാണും. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനൊരു ബർക്കത്തിന് വേണ്ടി പറയാം. ഇതോട് ഉണ്ടാക്കാനുള്ള കാരണം പറയുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇങ്ങനത്തെ ശൈഖന്മാർ ഇറങ്ങിയുണ്ടാണ്. ഈ കിതാബ് തന്നെ ഉണ്ടാക്കാനുള്ള കാരണം അതാണ്. قد دعاني داعي الشفقة على طائفة من الفقراء في هذا الزمان سموا أنفسهم فقراء وادعوا الولاية الكبرى وهم أضل من الأنعام. മൃഗങ്ങളെക്കാളും പേച്ചുപോയ ഒരു ടീം അവരവരുടെ ശരീരത്തിന് എന്ത് ചെയ്തു? അവർ ഫുഖറ എന്ന് പേര് വെച്ചു. ഈ ഫക്കീർ എന്നത് ഇസ്ലാഹിയായ പദമാണ്. ഫക്കീർ എന്ന് പറയുന്നത് അത് സൂഫിയാക്കളുടെ ഒരു ഇസ്ലാഹിയായ പദമാണ്. അതായത് ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ വിട്ട് അള്ളാഹുവിലേക്ക് ലയിക്കുന്ന ആളുകൾക്കാണ് അവരെന്ത് ചെയ്യുന്നത്? ഫക്കീർ. അവർക്ക് ഖൗമ് ഫക്കീർ എന്നൊക്കെ പറയുന്നതിന് അവർക്ക് ഇസ്ലാഹിയായ പ്രയോഗങ്ങളും അതിനർത്ഥങ്ങളുണ്ട്. അല്ലാതെ വെറും നമ്മൾ സാധാരണ പറഞ്ഞ അയാൾ ഫക്കീറാണ് കൊണ്ട് അയാൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ആ ഫക്കീറല്ല ഇത്. വദ്ദഅഉൽ വിലായത്തുൽ കുബ്ര, അവർ വാദിച്ചു. എന്ത്? വിലായത്തുൽ കുബ്രയെ വാദിച്ചു. അത് ഖൗമിൻ്റെ ഇസ്തിലാഹിൽ വിലായത്തുൽ കുബ്ര എന്ന് പറയുന്നത് വലിയ ഉന്നതമായ ഒരു സ്ഥാനമാണ്. അവർക്ക് മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്ന് പറയും. തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതും ഒരു ഇസ്തിലാഹിയായ പദമാണ്. ഈ ഇസ്തിലാഹിയായ പദങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമില്ലെങ്കിൽ ആകെ കശവിഷയാവും. അപ്പോൾ വഹും അളല്ലു മിനൽ അൻആം, അവർ അതിന് ഇറങ്ങിയത് സംഗതി പറഞ്ഞാൽ ഓല് വലിയ വിലായത്തിൻ്റെ മർത്തബയിലുള്ളവരൊന്നല്ല. ഓല് അൻആമിനെക്കാണ് അളല്ലാണ് എന്ന് പറയുന്നത്. കമാസ യുഫ്തഹു ലികുല്ലി നാദിരിൻ ഫി ഹാദിഹി റിസാലത്ത് ഇൻഷാ അല്ലാഹ്. അത് ശരിക്കും മനസ്സിലാവും ഈ റിസാല ശരിക്കും നോക്കി മനസ്സിലാക്കുന്നത്. ഫസാറ മൻ അതിനലഹു ശൈഖുൽ ഖാസിറു ബിഅൻ യസ്തഫ്തിഹ ദിക്റ ബിജമാഅത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഇസ്തിലാഹിയായ ഉന്നതമായ പദവിയിലുള്ള ശരിയായ ഷെയ്ഖിൻ്റെ ഷെയ്ഖല്ലാത്ത ഒരു മൊയ്ലിയാർ, ഒരു ഉസ്താദ് സമ്മതം കൊടുത്തു. ബിഅൻ യസ്തഫ്തിഹ ദിക്റ ബിജമാഅത്തി, ഒരു കൂട്ടരെയും കൂട്ടി ദിക്ർ തുടങ്ങിക്കോ. അങ്ങനെ ദിക്റിൽ ആര് സമ്മതം കൊടുത്ത്? ഈ മൊയ്ലിയാർ. മൊയ്ലിയാർ എന്ന് തന്നെ ആരല്ല,
ഇസ്ലാഹിയായ ഷെയ്ഖല്ല, ഒരു മൊയ്ലിയാർ. അപ്പോൾ ഉദാഹരണം പറയാ, സമസ്ത കേരള ജമിയത്തിന്റെ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അയാൾ ഒരാൾക്ക് സംഭവം കൊടുത്തു, ഇനി ഒരു ദിക്ർ ഓടിക്കോ, വേറെ ആരെങ്കിലും പറഞ്ഞ കാണണ്ട. അപ്പോൾ അങ്ങനെ സംഭവം കൊടുത്തു. അതിനലഹു യുലക്കിനാസ, അല്ലേ വലിയ അറിഞ്ഞ നീ എന്തൊക്കെയോ ജനങ്ങൾക്ക് തെൽക്കീൻ ചെയ്തു. തെൽക്കീൻ ചൊല്ലാൻ തന്നെ നമ്മൾ ഖബറിൻ്റെ അടുത്തുള്ള തെൽക്കീനല്ല, അതായിരിക്കും ചൊല്ലാം, അതിനെപ്പറ്റിയല്ല പറഞ്ഞു. പിന്നെ യുലക്കിനാസ എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലിക്കൊടുത്ത് തരീഖത്തിലേക്ക് ചേർക്കാന്നുള്ള പരിപാടിയുണ്ട്. അതാണ് അവിടുത്തെ തെൽക്കീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി തന്നെ ഷെയ്ഖ് അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തതേ ഉള്ളൂ അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾക്ക്. അപ്പോഴേക്ക് എല്ലാ ഇൽമും ഉറക്കാൻ പിടിച്ചതാണ്. അപ്പം അങ്ങനെയുള്ളൊരു തെൽക്കീനുണ്ട്. ആ തെൽക്കീന് വേണ്ടി ജനങ്ങൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ ഖാസിറായ ഷെയ്ഖ്, കാമിലായ ഷെയ്ഖല്ല, അയാൾ സമ്മതം കൊടുത്തു. ഔലം ഏതൻ ലഹു, അല്ലേ സമ്മതമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, പിന്നെ മൂപ്പരനങ്ങ് തുടങ്ങിയതാ എന്ത്, ഒരു മജ്ലിസ്. വസമിയ ഫി ഖൽവതിഹി ഹാതിഫൻ മിൻ ജിന്നിയിൻ ഔ ശൈത്താൻ. ഓനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ അപ്പം എന്ത് ചെയ്തു, ഓന് സൗണ്ട് കേട്ട്, ഇനി നീ ഒരു ദിക്റിൻ്റെ ഹൽക്ക തുടങ്ങിക്കോ എന്നിട്ട് ഒരു സൗണ്ട് കേട്ട്. അതാരെ സൗണ്ട് ഉണ്ടാക്കിയനെ, മിൻ ജിന്നിയൻ, ഒരു ജിന്നാണ് സൗണ്ട് ഉണ്ടാക്കി. ഔ ശൈത്താൻ, അല്ലെങ്കിൽ എന്തല്ല ജിന്ന് തന്നെ, പക്ഷേ ശൈത്താനായ ജിന്നാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ജിന്ന്, അല്ലെങ്കിൽ കാഫറായ ജിന്ന്. യളുന്നു അന്നഹു വലിയ്യുൻ ലില്ലാഹി അസ്സ വജൽ. അത് കേൾക്കുന്നതോടുകൂടി ഓൻ വിചാരിച്ചെന്ത്, ഞാനിങ്ങനെ ദിക്റിൽ കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയില്ലേ, അപ്പോൾ ഓർഡർ കിട്ടിയെന്ന്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വലിയായി എന്ന് വിചാരിച്ചു. ഫയജ്മഉ ലഹു ജമാഅത്ത മിനൽ അവാമി. അപ്പോൾ എന്ത് ചെയ്തു, കുറേ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി. മിൻ അഹ്ലി സനാഇ വഗൈരിഹിം, അതിലെന്തെല്ലാം ഉണ്ട്, നമ്മളെ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവരുണ്ട്, കെട്ട് മറ്റേ എന്താ പറയുക ചുമട് തൊഴിലാളികളുണ്ട്, കൃഷി ചെയ്യുന്ന കർഷകന്മാരുണ്ട്, ഓലെല്ലാം കൂട്ടിച്ചേർത്ത് വഗൈരിഹിം ഫതാറത്തൻ യജ്ലിസു ഫീ ബൽദിഹി. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാളെ നാട്ടിൽ തന്നെ എന്ത് ചെയ്തു, ദിക്ർ തുടങ്ങി. വതാറത്തൻ യതൂഫുൽ ബിലാദ, ചിലപ്പോൾ നാട്ടിൽ മാത്രമല്ല അയാളിങ്ങനെ കറങ്ങാണ്, പല സ്ഥലത്തും ദിക്റുമായിട്ട് കറങ്ങാണ്. വയുകല്ലിഫുൽ ഇബാദ ഫീ ഹാദിഹിൽ അയ്യാമിൽ ഖദ്റത്തിൻ കിദത്തി. മനുഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് എന്തിന്, ഇതിൽ കൂടാൻ വേണ്ടിയിട്ട്. ഏത് കാലത്ത്, ഈ കച്ചറ പിടിച്ച കാലത്ത്. ഇത് ഏത് കാലത്താണ് പറയുന്നത്, ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു 898 ജനിച്ചിട്ട് 973 വഫാത്തായാണ്. അപ്പോൾ മൂപ്പര് പറയുന്ന കാലം എന്ന് പറയുന്നത് ഇപ്പം ഇതെത്രയാ, 1447. അപ്പോൾ എത്ര കൊല്ലം മുമ്പായി പറയുന്നത്, ഏകദേശം 500 കൊല്ലം മുമ്പാണ്. അന്ന് തന്നെ ആ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ് എന്ത്, ഫിഹാദിൽ അയ്യാമിൽ ഖദിറത്തിന് കിദത്തീൻ. ഇപ്പോൾ ഒരു 25 കൊല്ലത്തിനിടയ്ക്ക് എത്ര പിടക്കായിക്കുന്ന നമുക്കറിയാലോ. അപ്പോൾ അല്ല ഹാസിവല്ലാം എല്ലാവരെയും ദിക്റിന് ഇയാളെ മജ്ലിസിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച്, എല്ലാവരെയും നിർബന്ധിച്ച്, നിങ്ങളെല്ലാവരും വരണം, നമ്മുടെ ഷെയ്ഖിൻ്റെ ദിക്റിന് വരണം. വഹുവ മഅ യദ്ദഈ, വെറും ദിക്റിന് വിളിക്കൽ മാത്രമല്ല, ദിക്ർ നമ്മളും ഹൽക്കലും നടത്തലില്ലേ, അത് എന്തെല്ലാം നമ്മൾ വാദിച്ചിട്ടല്ല. അന്നഹു ഖായിമുൻ ഫിൽ ഖൽഖി മഖാമ നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ സ്ഥാനത്ത് ഉള്ള ഖലീഫയാണ് എന്ന വാദപ്രകാരമാണ് അതായത് ഇയാൾ ദിക്ർ സംഘടിപ്പിക്കുന്നത്. വകഫാ ബിദാലിക കുഫ്റൻ വജഹ്ലൻ, അത് മതി കുഫറിനും ജഹലിനും. വസൂഅ അദബിൻ, സൂഅ അദബിനും അത് മാത്രം മതി. ഏത്, ഇങ്ങനെ ദിക്ർ സംഘടിപ്പിച്ചിട്ട് ഈ ഞാൻ വലിയ ഖലീഫയായ ആളാണ് എന്ന ആ ധാരണയോടുകൂടെ ദിക്ർ സംഘടിപ്പിച്ച് അത് തന്നെ മതി. കുഫറും ജഹലും സൂഅദബിനും അത് മതി. വൈനൽ മഖാമു മിനൽ മഖാം വൈനൽ മലായികത്തു മിനശ് ശയാത്തീൻ. ഷഹറാനിമാ പറയാണ്, അതായത് മഹാന്മാരുടെ സ്ഥാനവും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഏടുണ്ട്. മലക്കുകളും ശൈത്താന്മാരും തമ്മിൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നത്, പല സ്ഥലത്തും ഈ ഷെയ്ഖും തരീഖത്തുമായിട്ട് ഉത്തിരിക്കുന്നത്. വലൗകാന മൻ യദ്ദഇൽ മശീഖത്ത മിൻ ഹൗലായിൽ ഖാസിരീന. പിന്നെ അവരെ പറ്റി ഇങ്ങനെ പറയാണ്, ഇവർ ഈ കൊള്ളാത്ത കക്ഷികൾ ഇതിന് ഇറങ്ങിയിട്ട് ഇതൊക്കെ കൂടി നടത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. വലം യസിർ ലഹു ഖൽബുൻ യതകല്ലമു ലാ ബി ഹഖീഖത്തിൻ വലാ ബി ശരീഅത്തിൻ ലാകിന്നഹു ഗറഹു തഹിയ്യത്തുൻ നാസി ലഹു മാ യഅകുലു വമാ യശ്റബു
ഹുവ വജമാഅത്തുഹു അല സാലിമി മിൻ ഗൈരി ഖറാമത്തിൻ. ഇതിനൊക്കെ പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ഷെയ്ഖായി കുത്തിരിഞ്ഞ് കുറേ ആളുകളെ ഇതിനു വേണ്ടി ക്ഷണിച്ച് അങ്ങനെ വന്നാൽ തീറ്റിക്കൊരു മുടക്കവും ഉണ്ടാവില്ല. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നല്ല തീറ്റി കിട്ടും. വറഹു തഹിയ്യത്തുനാസിലഹു മാ യഅ്കുലു വമാ യശ്റബു ഹുവ വജമാഅത്ത്. ഷെയ്ഖും ഷെയ്ഖിൻ്റെ കൂടെ നടക്കുന്ന ഈ മുരീദന്മാർ തന്നെ നടക്കുന്ന നൽകും. അവർക്ക് തീറ്റിക്കും കുടിക്കും യാതൊരു മുടക്കവും ഉണ്ടാവില്ല. അല്ല സാലിമി മിൻ ഗൈരി ഖറാമത്തിന് 5 പൈസ മുതലില്ല. എല്ലാവർക്കും എന്ത് ചെയ്യും? തീറ്റി നല്ലോണം കിട്ടും. ഫകസുറ കലാമുഹു. അപ്പം ഇയാളെ വർത്താനം വർദ്ധിച്ച് വസാറ യഖൂലു ലിൽ ഖൽഖി. ആൾക്കാരോട് പറയാൻ തുടങ്ങി, ലാബുദ്ദലി കുല്ലി ഇൻസാനിൻ യുരീദു തരീഖ ഇലല്ലാഹി തആല മിൻ ഉസ്താദിൻ. അള്ളാഹുവിലേക്കുള്ള തരീഖ് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരു ഷെയ്ഖ് വേണം. ഫയക്കുലു ലഹ്മഹും. അതും പറഞ്ഞിട്ട് ഓലെന്തിയാണ്? ഇറച്ചി തട്ടുകയാണ്. വഹുബുസഹും. നല്ലോണം പത്തിലും തട്ടുകയാണ്. ഇറച്ചിയും പത്തിലും നല്ലോണം തട്ടുകയാണ്. ബിഹാദിഹിൽ മുസീബത്തിൽ ഹബീസത്തി. ഈ മോശമായ ഈ മുസീബത്തും കൊണ്ട് നല്ലോണം ഇറച്ചിയും പത്തിലും തട്ടുകയാണ്. വയജാലു നഫ്സഹു ഉസ്താദൻ ആരിഫൻ ബില്ലാഹി തആല. ഓൻ തന്നെ തീരുമാനിച്ചത് ഞാൻ ആരിഫായ ഷെയ്ഖാണ് തീരുമാനിച്ചു. വഹുവ ജാഹിലും ബിഹി. അള്ളാഹിനെ പറ്റി ഓനിക്ക് മാരിഫത്തല്ലുള്ളത്, അള്ളാഹിനെ പറ്റി ജഹിലാണുള്ളത്. വമൻ ഹുവ ജാഹിലുൻ. ഇങ്ങനത്തെ ജാഹിലി കൈഫ യദുൽ ഖൽഖ ഇലാ മൻ ലാ യഅരിഫുഹു. എങ്ങനെ ഖൽഖിനെ എന്താക്കുക? ഓനെന്നെ എന്തറിയില്ല, അള്ളാഹിനെ അറിയില്ല. അങ്ങനത്തെ ജാഹിൽ എങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കല്? കമാസയെത്തി അള്ളാഹു. അതൊക്കെ ശേഷം വിശദമായിട്ട് വരുന്നുണ്ട്. വല അംരി. ഞാൻ സത്യം ചെയ്ത് പറയട്ടെ. വല അംരി. സത്യം ചെയ്ത് പറയട്ടെ. ഇന്നൽ ഫല്ലാഹീന. ഈ കർഷകരായ ആൾക്കാരുണ്ട്. അഹ്ല സനായി. ഈ ടൗണിൽ നിന്നെല്ലാം പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടല്ലോ, അല്ലാതെ കൃഷിപ്പണിയെല്ലാം എടുക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ. അഹ്സനു ഹാലൻ. അവർ എത്രയോ നല്ലവരാ. അഹ്സനു ഹാലൻ അഖ്റബു ഇലല്ലാഹി തആല മിൻ ഹൗലായിൽ മുദ്ദഈന. ഈ ഷെയ്ഖ് വാദം വാദിക്കുന്ന കക്ഷികളെക്കാൾ എത്രയോ അള്ളാഹുവിലേക്ക് അടുത്തവരും ഏറ്റവും നല്ലവരും എന്താണ് രാവിലെ തന്നെ ജോലിക്ക് കൈക്കോട്ടും പടഞ്ഞെല്ലാം എടുത്ത് പോന്നേ ആൾക്കാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയോ നല്ലവർ. അതെന്താ കാരണം? ലിഅന്നഹും തൂല ഉംരിഹിം. അവരുടെ ആയുഷ്കാലം മുഴുവനും ഫി അമാലിൻ ഷാഖത്തിൻ. വളരെ പ്രയാസമുള്ള ജോലിയായിട്ട് ഇങ്ങനെ പോവാണ്. രാവിലെ തന്നെ പണിക്ക് പോയി, കൈക്കോട്ടും പടഞ്ഞെടുത്ത് പോയി, അല്ലെങ്കിൽ തെങ്ങുകാരാൻ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീടിയ പണിക്ക് പോയി. എന്തിനാണ് ഓര് പണിയെടുക്കുന്നത്? ഫീ നഫീൽ ഖൽഖി. ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട്. ഒരു തെങ്ങുകരിയില്ലെങ്കിൽ തേങ്ങ കിട്ടുമോ? അതുപോലെ തന്നെ ഓല് കൃഷിപ്പണി എടുത്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് സാധനം ഉണ്ടാവും. കൃഷി ചെയ്തില്ലെങ്കിൽ സാധനം കിട്ടുമോ? അതുപോലെ ഓല് പണിയെടുത്തിട്ട് ആളുകൾക്കെല്ലാം ഉപകാരം കിട്ടുകയാണ്. ഹൗലായിൽ മുദ്ദഈന. ഈ വാദികളുണ്ട്, ഷെയ്ഖ് വാദികൾ. തൂല ഉംരിഹിം. അവരുടെ കാലം മുഴുവനും സാഈന ഫീ ദററിൽ ഖൽഖി. സൃഷ്ടികൾക്ക് നാശം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. കാരണം ഓരോരുത്തരുടെ ഈമാനും തഖ്വയും ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഓരോരുത്തർക്ക് തോന്നുകയാണ് ഞാനും എന്തായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പം എന്തെങ്കിലും മുരീദും എന്താക്കും? ഒരു പച്ച സാലുവെല്ലാം കിട്ടും. ഞാനും വലിയ ആളായിപ്പോയി, ഞാനും രക്ഷപ്പെട്ടു പോയി, ഇയാളോട് കൂടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും തോന്നുകയാണ് ഞാൻ വലിയ ആളായിപ്പോയി എന്ന് തോന്നുകയാണ്. അങ്ങനെ എല്ലാവർക്കും ദററുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരെ പരിപാടി. അതിനേക്കാൾ എത്രയോ നല്ലതാരാണ് അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്ന കെട്ടെടുക്കുന്നത്. ആ കൃത്യമായിട്ട് ജമാഅത്തിലും പള്ളിയിൽ വരുന്ന ചില ആൾക്കാരല്ലേ, ഒരു ചുമട്ടു തൊഴിലാളികളാണ്, അല്ലെങ്കിൽ വേറെ എന്താ പണിയെടുക്കുന്നവരാണ്, പീടികയിൽ കെട്ടിക്കൊടുക്കുന്നവരാണ്. പക്ഷെ അവർ കൃത്യമായിട്ട് ജമാഅത്തിലും വരും, നിസ്കാരത്തിലും ഉണ്ടാവും. അവർ ആലിമീങ്ങളോടും വലിയ ബഹുമാനമാണ്, സ്നേഹം, മുത്താലിമീങ്ങളോട് സ്നേഹമാണ്. അങ്ങനത്തെ എല്ലാ ഉസാഫുകളും ഓൽക്കുണ്ട്. അവർക്ക് നബിദിനം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നല്ല ഓൽക്ക് ഓല് എന്ത് വേണമെങ്കിൽ കൊടുക്കുമല്ലോ, ഒരു കൈവിൻ്റെ അപ്പുറമെല്ലാം കൊടുക്കും. കാരണം ഓല് നല്ല ഉറച്ച ഈമാനുണ്ടല്ലോ. അവരെത്രയോ നല്ലവരാണ് ആരേക്കാൾ? ഈ ഷെയ്ഖ് വാദമായിട്ട് കുത്തിരിക്കുന്ന ഇത്തരം കക്ഷികളെക്കാൾ. ലിഅന്നഹും യഖ്സുദൂന ബിഖൽവതിഹിം വറിയാദതിഹിം വദിക്രിഹിം ഫീ ബഅദിൽ ഔഖാതി അത്തമയ്യുസ അനിൽ ഖൽഖ്. കാരണം ഈ പറഞ്ഞ ഷെയ്ഖ് വാദമായിട്ട് കുത്തിരിക്കുന്ന കക്ഷികളുണ്ടല്ലോ, ഓലെ ഖൽവത്ത് മറ്റേ ഓല് ചിലപ്പോൾ ആർക്കും അങ്ങ് അടുത്തൂടാ, ചിലപ്പോൾ ആർക്കും അടുത്ത് ഓറെടുത്ത് ഇപ്പം ആയിരിക്കും വരുവാൻ പറ്റില്ല, ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത് ഖൽവത്തിലാണ്. റിയാദത്തിഹിം. പിന്നെ ചിലര് ഓലെ റിയാദൻ വദിക്രിഹിം, ചിലപ്പോൾ ദിക്റില്ല. ഈ ബഅദിൽ ഔഖാതി അത്തമയ്യുസ അനിൽ ഖൽഖ്. ഇവിടെയൊക്കെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായി നിൽക്കുക. ഞാനൊരു ആദരിക്കപ്പെടുന്ന ഒരു കൈപിടിച്ച് ചുംബിക്കപ്പെടേണ്ട ആളാണെന്ന് വരിക. തംഹീദലി തരീഖിഹിം. അവരെ വൈക്ക്
എന്ത് ചെയ്യുക, കളമൊരുക്കുക. അല്ലത്തീന യത്തുലുബൂനയക്കുനു ദായിന ഇലൈഹ, ഓലെ ഏതൊരാശയത്തിലേക്കാണോ ജനങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നത് അതിനേക്ക് പറ്റുന്ന ആളുകളായി ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ ലക്ഷ്യം. ഫയജൂ അഹദുഹും ജൂഅൻ മുഫ്രിത്തൻ ഹത്താ യൻഹരിഫ മിസാജുഹു. അങ്ങനെ ഈ പാവങ്ങൾ എന്ത് ചെയ്യും, ഇവരോട് കൂടിയിട്ട് ചിലപ്പം വല്ലാണ്ട് വിശക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവസാനം ഹത്താ യൻഹരിഫ മിസാജുഹു, അയാൾക്ക് അയാളുടെ പ്രകൃതിപരമായി തന്നെ ഈ വിശപ്പെല്ലാം കൂടുതലായിട്ട് അയാൾക്ക് പിന്നെ എന്തെല്ലോ തോന്നൽ തുടങ്ങും. വിശപ്പ് നല്ലോണം കൂടിയാൽ എന്താവും, പല തോന്നലുണ്ടോ. അങ്ങനെ ഫയന്ദുറ ഷുമൂസൻ, അപ്പം അങ്ങനെ ഫയന്ദുറ ഷുമൂസൻ, ചിലപ്പോൾ ഇങ്ങനെ സൂര്യനെല്ലാം കാണും. വനുജൂമൻ, ചിലപ്പോൾ നക്ഷത്രം കാണും. മീൻ സിദ്ധത്തിൽ ജോയി ഇതെല്ലാം കാണുന്നത് കറാമത്താന്നാ വിചാരിക്കുക. സംഗതി എന്താണ്, വിശപ്പ് കൂടിയിട്ടാണ്. വിശപ്പ് കൂടിയപ്പോൾ ശംസിനെയും നുജൂമിനൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഫയദുന്നൂന അന്നദാലിക മിൻ അലാമത്തി ത്വരീഖ്, അവർ വിചാരിക്കുമല്ലോ തെരീഖത്തിൻ്റെ ബഹുമാനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതെല്ലാം കാണുന്നത്. വന്നഹു മർആദാലിക സാലിക്കുന്നില്ല, ഇതെല്ലാം കണ്ടാൽ എന്തായി, അള്ളാഹുവിലേക്കുള്ള വഴിയിൽ കടന്നവനാണെന്ന് വിചാരിക്കും. ഹാദാ കുല്ലുഹു ഖബ്തുൻ ഫീ വലാമിൻ വമാ ഉമിറൽ ഖൽഖു ഇല്ലാ ബിതഅലീമിൽ ആദാബിൽ മുതഅല്ലിഖത്തി ബിമുആമലത്തില്ലാഹി വമുആമലത്തി ഖൽഖിഹി ലാ ബി അൻ യൻദുറു ജിബാലൻ വൗദിയത്തൻ വശമൂസൻ വഅഖ്ബാറൻ മുതവഹിമത്തൻ യതഖയ്യലുൽ മിസാജു ഇൻദ ഇൻഹിറാഫിഹി. അതുകൊണ്ട് ഇതിനൊന്നല്ല അള്ളാഹ് കൽപ്പിച്ചു. ഇവിടെ ശംസും സൂര്യൻ ചന്ദ്രനും നോക്കാനൊന്നല്ല, പടച്ചോൻ കൽപ്പിച്ചു. പടച്ചോൻ കൽപ്പിച്ച എന്താണ്, അള്ളാഹുമായുള്ള ഇടപാട് എങ്ങനെ നടത്തണമെന്ന് ഇൽമു പഠിക്കുക, സൃഷ്ടികളുമായുള്ള ഇടപാട് എങ്ങനെ നടത്തണം അത് ഇൽമു പഠിക്കുക. ഈ മുആമലത്തുൽ ഖൽഖും മുആമലത്തുൽ ഖാലിഖും അതിനുള്ള ഇൽമു പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു തആല കൽപ്പിച്ചത്. വല അംരി ഇദാ ഫറദ്നാ അന്ന അഹദഹും ഇദാ റആ മിൻ മുൻതഹൽ അർശി ഇലാ മുൻതഹത്തുഹു. സത്യം ചെയ്ത് പറയാണ്, അർശിന്റെ മേലേന്ന് ഭൂമിന്റെ ഏറ്റവും ചോട വരെ ഒരങ്ങ് കണ്ടു എന്നങ്ങ് വിചാരിക്കുക. വഹാത്ത ഇൽമു ബിജമീ മാ ബൈനഹുമാ, അത് രണ്ടിൻ്റെ ഇടയിലുള്ള എല്ലാ സംഗതിയും തിരിഞ്ഞൊന്നും വെക്കുക. ഹൽ യകൂനു ദാലിക മുഖരിബൻ ഇലല്ലാഹ്, അത് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതാവോ? അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പഠിക്കേണ്ടത് എന്താണ്, അഖീദയും അമലും തഖ്വയും എങ്ങനെ വേണം എന്നതല്ലേ പഠിക്കേണ്ടത്. പിന്നെ ഹൽ യസ്തഹിഖു അലാ ദാലിക ജസാഅ മിനൽ ജന്നത്തി ഔ ഗൈരിഹാ, അതുകൊണ്ട് സ്വർഗമോ അല്ലാത്ത പ്രതിഫലം എന്തോ കിട്ടോ. സൂര്യനെ അങ്ങനെയാണ്, ചന്ദ്രൻ ഇങ്ങനെയാന്ന് പഠിച്ചുകൊണ്ടെന്ന് കാര്യം കിട്ടുക. ഫത അമ്മൽ വാരിഫ് സമാനക്ക, അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചോ. വാരിഫ് സമാനക്ക, കാലം ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ആഖ്ഫി മക്കാനക്ക, നിന്റെ സ്ഥാനം നീ മൂടി വെച്ചോ. ഞാൻ വലിയ സ്ഥാനമുള്ള ആളാന്ന് വെച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ പൊങ്ങാൻ പോണ്ട. വലസം ഷഹ്നക്ക ഫമിസാലു മൻ യഅമലു ശൈഖൻ, ഓമോ ഫമിസാലു മൻ യഅമലു ശൈഖൻ, ഷെയ്ഖ് പണിയെടുക്കുന്ന ആൾക്കാർ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാണല്ലോ. അപ്പോൾ ഷെയ്ഖിൻ്റെ പണി ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി വേണ്ടേ. അപ്പോൾ അവനിക്ക് എന്താ പണിയെന്ന് ചോദിച്ചു, അവനൊന്നുമില്ല, അവന് ഔലിയാപ്പണിയാണ്. അങ്ങനെ ഔലിയാപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഷെയ്ഖ് പണിയെടുക്കുന്ന ആൾക്കാർ ഫി ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ ഷെയ്ഖും പണിയെടുക്കുന്ന ആൾക്കാർ. മസലു ഫഖീഹിൻ ഫതഹൽ മക്തബ ഖുബൈലൽ ഖുറൂബ്, അതൊരു മൊയ്ലിയാർ ഉദാഹരണമാണ്. ഏതാ മൊയ്ലിയാർ മദ്രസ തുടങ്ങി. ഖുബൈലുൽ ഖുറൂബ്, മഗ്രിബ് അവോ നോക്കുമ്പോൾ മദ്രസ തുറന്ന് രാവിലെ ഓർക്കുന്നതിന് പകരം മദ്രസ തുറന്നേപ്പണ്. ഒക്കാതെ എന്തൊരു അത്ഫാലിന് അദ്യബഹും, എന്നിട്ട് അയാൾ മഗ്രിബ് അവോ നോക്കുമ്പോൾ മദ്രസ തുറന്നിട്ട് കുട്ടികളെല്ലാം വരട്ടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മദ്രസ തുറന്നു തിരിഞ്ഞ് വല്യമഹും കുട്ടികളെ പഠിപ്പിക്കാൻ. കുല്ലുൽ അത്ഫാലി ഇൻസറഫൂമിനൽ അസർ, കുട്ടികളെല്ലാം അസർക്ക് എന്നെ സ്കൂളിൽ നിന്ന് പോയിക്കും. ഇവൻ തുറക്കുന്നേപ്പ മഗ്രിബിന് മുമ്പ് മദ്രസ തുറക്കുന്നത്. അത് ആ മൊയ്ലേറെ പരിപാടി പോലെയാണ് ഈ പരിപാടി. ഇമാം ഷാറാനുള്ളതെന്ന് പറയാണ്. അപ്പം നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ, ഇപ്പം മുക്കിന് ഇങ്ങനെ ഓരോന്ന് പൊങ്ങാണ്. ഇവിടെ ഊതം വന്നൊരു ചെറിയുണ്ട്, അങ്ങനെ ഓനിക്ക് ഊതം കഴിഞ്ഞില്ല. ഷെയ്ത്താൻ്റെ ഇടങ്ങാറുണ്ട്, ഊതം കഴിഞ്ഞില്ല. ഷെയ്ത്താൻ തന്നെ ഭയങ്കര ഷെയ്ത്താൻ, ഊതം കഴിഞ്ഞില്ല. ഒരു ദിവസം ഉണ്ട് ഇവിടെ എന്താ പറയുക, മർക്കസിൽ ഒരു സമ്മേളനത്തിൻ്റെ സ്റ്റേജിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോണ്ട് അവയിലത്തെ വലിയ തങ്ങളെ മോന് കുഞ്ഞുമോൻ തങ്ങളാ പാവത്തങ്ങളാ അവരോ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടോന്ന്. അപ്പം എന്താണ്, സ്റ്റേജിൻ്റെ ബാക്കിലുണ്ട് ഇവൻ ഷെയ്ത്താൻ എളിയിട്ട് ഇങ്ങനെ ഒട്ടാകുപ്പായാലും പറിച്ചു ചീന്തിയിട്ട് ഷെയ്ത്താൻ എളി തന്നെ ഭയങ്കര ഷെയ്ത്താൻ ഇളക്കോ. 2 ദിവസം മുമ്പുണ്ട് എന്നോട് ഒരാൾ വന്നിട്ട് പറയുന്നത്, അല്ല അപ്പോൾ ആളെ പേരെല്ലാം മാറിയിനിപ്പോൾ, പേര് മുസ്ലിയാർ എന്ന് പേരാക്കി. ഞാൻ ചോദിച്ചപ്പോൾ മൊയ്ലിയാരാന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിയാർ എന്ന് പറയുമ്പോൾ മൊയ്ലിയാരാകുന്നൊരു കാലം പഠിക്കണ്ടേ. മുസ്ലിയാർ എന്ന് വിളിക്കണ ഒരാൾ വെറുതെ മുസ്ലിയാർ എന്ന് വിളിക്കും. ഇവിടെ അങ്ങാടിയിൽ എത്ര ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് ഇല്ലാന്ന് വിളിക്കാം. ഓതി പഠിച്ചാലേ മുസ്ലിയാരാവുള്ളൂ. ഇതേപ്പം പഠിച്ചിരുന്നു ചോദിച്ചാൽ ഇപ്പോൾ മുസ്ലിയാരായിരുന്നു.
അപ്പോൾ നോക്കുമ്പോൾ മോൻ്റെ കൂടെ കുറേ ആൾക്കാർ, മോൻ പറഞ്ഞ പോലെ ഒരു പച്ചത്തൊപ്പി, ഒരു തലയെക്കെട്ട്, അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചോദ്യം വരും, എടുത്തു വരും, ഉണ്ടാകെ ചോദ്യം വരും. ഇങ്ങനെ കാണുന്നവരൊക്കെ ശൈഖന്മാർ, എല്ലാവരും ശൈഖന്മാർ, ഒരു മടക്കമില്ല. എനിക്കും ശൈഖ എന്നതിന് ഒരു മടക്കമില്ല. അതിന് കുറേ ആൾക്കാർ കൂടെ നടക്കാനും. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക. ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒരു ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി കിതാബ് നോക്കണം ആൾക്കാരൊക്കെ. തസൂഫിൻ്റെ കിതാബുകൾ നല്ലോണം നോക്കണം. അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരാള് ശൈഖാണെങ്കിൽ അംരി മിൻ ഷർത്ത് ശൈഖി അൻ യുതിയല്ലാഹുൽ ഖുവ്വ വയദ്ഫഅ മുരീദിഹി കുല്ല ആരിദ് ഫഇദാ കാന ശൈഖു നഫ്സുഹു ലാ യഖ്ദിറു അൻ യദ്ഫഅ അൻ നഫ്സിഹി ആരിദൻ വൽബലാഉ നാസിലുൻ അലൈഹി കൽ മതർ ഫകൈഫ യഖ്ദിറു അൻ യദ്ഫഅ അൻ തിൽമീദിഹി. സ്വന്തം ശരീരത്തെ തൊട്ട് ശൈത്താനെ അകറ്റാൻ കഴിയാത്തവനും സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുന്ന തെറ്റായ ആശയങ്ങളും തെറ്റായ നിഗമനങ്ങളും അതിനെ തടുക്കാൻ കഴിയാത്തവരും മറ്റുള്ളവരുടെ ഇത് എങ്ങനെയാണ് തടുക്കാൻ സാധിക്കുക? فإن الشيخ المذكور وقال أنا عاجز ولا أشهد نفسي إلا من العوام قلنا له علمك يكذب دعواك فهل رأيت فلاحا أو صانعا من العوام ادعى الولاية والمشيخة وطاف بالبلاد ينادي على نفسه هلموا إلى الله واتبعوني فتأمل. അതിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് ഈ കിതാബ് എഴുതാനുള്ള കാരണം പറയാണ്. ഇനി മൂപ്പര് പറയാണ്, വല അംരി അൽ കാമിലു ഫി ഹാസ സമാനി, ഇന്നത്തെ കാലത്ത് ഒരു പരിപൂർണതയുള്ള ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ഹമല വസ്വൽ ഇസ്ലാം, മുസ്ലിം എന്ന് പറയാൻ പറ്റുന്നതാണ്. ഇന്നത്തെ കാലത്തുള്ള ഒരു പരിപൂർണം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാവുക. അപ്പം നമുക്കൊക്കെ ഒരു മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി നോക്കാൻ പറ്റും. നമ്മൾ ഷെയ്ഖും അതുപോലെ തന്നെ വലിയ മർത്തബിൽ അടക്കട്ടെ, ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ നോക്കാം. മിൻ ഫഖത്ത് മിൻ ഗൈരി സിയാദിൻ്റെ അപ്പുറമൊന്നും ചിന്തിക്കാൻ പോകണ്ട. ഫൈൻ്റെ സലബൽ ഇസ്ലാമി, കാരണം ഇസ്ലാം എന്ന് പറഞ്ഞ സംഗതി തന്നെ അതിൻ്റെ സൽബ് ഖദ് കസറ ഫി ഹാദ സമാൻ, ഇസ്ലാം തന്നെ പോയി. ഹദീസിലുണ്ടല്ലോ, വല ഇസ്ലാമി ഇല്ലസ്മുഹു, ഇസ്ലാം പേര് ഉണ്ടാവുള്ളൂ എന്നല്ലേ. യഥാർത്ഥ മുസ്ലിമിന് നിങ്ങൾ കിട്ടുമല്ല. എന്നിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയെടുക്കുന്നത്? ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ നോക്കുക. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യേണ്ടത്. വഹുവ എപ്പോഴും ഖദ് ഖസറഫി സമാൻ, ഏതായി കാലം സനത്തെ സലാസീൻ 933 ഞാൻ ഇത് പറയുന്നത്. ആര്? ഷെഹറാനിമ പറയാണ്. അഹ്ലുൽ കശ്ഫി, കശ്ഫുള്ള ആൾക്കാർ, മുകാശഫത്തിന്റെ ഇൽമുള്ള വലിയ മഹാന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരാള് മിൻ ഔലിയായി ഹാസ സമാൻ, ഈ കാലഘട്ടത്തിൽ ഔലിയാക്കളിലുള്ള അഹ്ലുൽ കശ്ഫിൽപ്പെട്ട ഒരാൾക്ക് മനസ്സിലായി എന്തെന്ന്, അന്നഹു മാത്തഫി ആദൽ ആമി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 150,000 ഈ കൊല്ലം 150,000 ആളുകൾ നബിതങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഫവജദു ഫീഹിം 10 അൻഫുസിൻ മാതു അലൽ ഇസ്ലാം, 1.5 ലക്ഷം ആളുകൾ മരിച്ചിട്ട് അതിൽ 10 ആളുകൾ മാത്രമാണ് ഇസ്ലാം അനുസരിച്ച് മരിച്ചത്. വൽ ബാഖി അലൽ കുഫർ, ബാക്കി മുഴുവനും കുഫറിലാണ് മരിച്ചത് എന്ന് ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ പ്രമുഖനായ ആൾക്ക് അറിവ് കിട്ടി. ഫനസ്അലുല്ലാഹൽ ആഫിയ. ആര്? ഷെഹറാനിമ പറയണം. അപ്പൊ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചൊരു മുസ്ലിമായി മരിക്കാനുള്ള ഒരു സംവിധാനം, അതിന് ചിന്തിക്കുന്നതിന് പകരം അതൊക്കെ നമ്മൾ കാമിലായി. ഇനി നമുക്ക് വേണ്ട എന്താണ്? അലാ മറാത്തിബിലെത്താനുള്ള എന്താ പണി എന്ന് വിചാരിച്ചിട്ട് ഏതെല്ലോ ആളുകളെ പിന്നാലെ നടക്കുന്ന സ്വഭാവം അത് വളരെ അപകടമാണ് എന്നാണ് മുപ്പര് പറയുന്നത്. വൈകാന ഫൈദാക്കാന ഹാദൽ ഹാലു അന്ന റുതുബത്തുൽ ഇസ്ലാമി അസീസത്തുൻ, ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് തന്നെ വളരെ അസീസായി സംഭവിച്ച ഈ കാലം. ഫകൈഫ ബി റുതുബത്തുൽ ഈമാൻ, അങ്ങനെ വരുമ്പോൾ അൽ ഈമാൻ എന്ന് പറയാവുന്ന ആ ഉന്നത പദവിയുണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഹദീസിൽ, ബുഖാരിയിൽ അവ മുസ്ലിം എന്ന് പറഞ്ഞ ഹദീസില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി അനസ് അനസ് തന്നെയാണ്, ഇല്ലല്ലോ അനസ് റളിയല്ലാഹു അല്ലാതല്ല. ഏതായാലും ഒരു സഹാബി മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കാണ്ടിരുന്നപ്പോൾ അപ്പം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു നിങ്ങളോട് പറഞ്ഞു, നീല ഉറാഹു വല്ലാഹി മൂമിനൻ, ഞാൻ അദ്ദേഹത്തെ മൂമിനായിട്ട് കാണുന്നു നബിയെ, തങ്ങളെന്താണ് അയാൾക്ക് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം നബി സാഹു മുസ്ലിം എന്നാൽ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ, മൂമിൻ എന്ന് പറയണോ എന്ന് ചോദിച്ചു.
മുസ്ലിം എന്ന് പറഞ്ഞാൽ പോലെ മുഅ്മിൻ എന്ന് പറയണോ. അപ്പോൾ വീണ്ടും എന്തായി, കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇയാൾക്ക് കൊടുക്കാൻ ഭയങ്കര വിഷമമാണ്, കാരണം അത്രയും നല്ല ആളാണ് അയാൾ. അപ്പം ഞാൻ വീണ്ടും അതിനെ ആവർത്തിച്ച്, അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പം ഞങ്ങളെന്ത് പറഞ്ഞു, ഞാനൊരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് അയാൾ മോശമാണെന്ന് വിചാരിക്കരുത്, കൊടുത്തുകൊണ്ട് അയാൾ നല്ല ആളാണെന്ന് വിചാരിക്കണ്ട. ഞാൻ ചിലർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും, അവരെ ഈമാനിൽ ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിൽ ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടി കൊടുക്കും. ചിലപ്പോൾ നല്ല ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കൊടുത്തില്ല എന്ന് വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് ബുഖാരിയിൽ, അവിടെ ഉപയോഗിച്ചേ മുസ്ലിമൻ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ, മൂമിൻ എന്ന് പറയണം ഇല്ലാലോ. എന്നുവെച്ചാൽ ഈ മൂമിൻ എന്ന് പറയുന്നത് വലിയൊരു അയലാമർത്തബയിലുള്ള ഒരു മക്കാമാണ്. മുസ്ലിം എന്ന് പറയുന്നതിന് അത്ര വരില്ല. ഈ ഇസ്ലാഹിയായിട്ട് ഇവർ സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഇവിടെ മൂമിൻ എന്ന് ഉപയോഗിച്ചത്. അത് തന്നെയാണ് നമ്മൾ തന്നെയും ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു വല്ലദീന ആമനു, അള്ളങ്ങളെ സഹായികളാണ്, അള്ളാഹിൻ്റെ റസൂലുങ്ങളെ സഹായിയാണ്. പിന്നെ വല്ലദീന ആമനു, അവിടെ നമ്മൾ പലപ്പോഴും ഔലിയാക്കൾ നിങ്ങളെ സഹായികളെന്ന് അർത്ഥം വെക്കുക, വല്ലദീന ആമനുള്ള സ്ഥലത്ത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആ അല്ലദീന ആമനു തന്നെ എന്തല്ല, ഒരു കേവലം ഒരു മയ്യത്തിക്കരിക്കാൻ പറ്റുന്ന മോമിന് എന്നല്ല, കാമിലായ മോമിന്. എന്താണ് ഹദീസ്, ആരെയും ആള് അൻസിന്യ സൈദുള്ള, അതെ അതെ അതാണ് സൈദുള്ള. അൻ സൈദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതാ റഹ്തൻ വസഅദുൻ ജാലിസുൻ ഫതറക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ ഹുവ അഅജബുഹും ഇലയ്യ ഫഖുൽതു യാ റസൂലല്ലാഹ് മാ ലക അൻ ഫുലാൻ ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിനൻ ഫഖാല ഔ മുസ്ലിമൻ ഫസകത ഖലീലൻ. അപ്പോൾ ഹദീസിന്റെ ശറഹി പറയുന്നുണ്ട്, അത് ആള് നല്ല ആളും വലിയ മഹാനുമാണ്, വലിയ മഹാനായ സഹാബിയാണത്. പക്ഷെ മൂമിന് നമ്മളങ്ങനെ തീരുമാനം പറയണ്ടാന്ന്. അത് മൂമിനും എൻ്റെ കൽബിൻ്റെ ഉള്ളിലൊരു വിഷയമല്ലേ, അതിന് നിങ്ങൾ തീരുമാനം പറയുമ്പോൾ നിങ്ങൾ ബാഹ്യമായിട്ട് പറഞ്ഞാൽ പോരെ, അത് മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ കാണുന്ന ആളുകളൊക്കെ പിടിച്ചിട്ട് ഈ വലിയ മഖാമിലാണ് നിങ്ങൾ പ്രഖ്യാപിക്കുക. അതിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല. നമ്മളതിനെ വെറുതെ പഠിച്ചോൻ്റെ അടുത്ത് കൊടുക്കാൻ പോകുന്നത്, ഒന്നും പറയണ്ട, ഒരാളെ തിരിയുന്നില്ല, ഒന്നും പറയണ്ട, പിടിച്ചിട്ട് വലിയ ആളാക്കിയിട്ട് പഠിച്ചോൻ്റെ അടുത്ത് കൊടുക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ധാരണ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം. അപ്പോൾ ഇവർ പറയാണ്, അതുകൊണ്ട് അന്ന റുത്ബത്തൽ ഇസ്ലാമി അസീസത്തുൻ ഫകൈഫ ബി റുത്ബത്തിൽ ഈമാൻ, മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ തന്നെ ഇവിടെ, എന്നിട്ടല്ലേ പിന്നെ മൂമിൻ എന്ന് പറയാൻ പറ്റുന്ന ആളുണ്ടാകും. ഫകൈഫ റുത്ബത്തിൽ വിലായത്തി, പിന്നെ എങ്ങനെ വലിയിൻ്റെ റുത്ബ പറയാതെ. മുസ്ലിം എന്ന് പറയാൻ തന്നെ പറ്റുന്ന ആൾ തന്നെ വളരെ കുറവാണ്. മൂമിൻ എന്ന് പറയാൻ പറ്റാൽ പിന്നല്ലേ, പിന്നെ വലിയാണ് എന്ന് പറയണമെങ്കിലോ ഫറഹിമല്ലാഹു മൻ അറഫ ഖദ്റഹ്, അതുകൊണ്ട് അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടായിരിക്കും അവനവൻ്റെ ഖദറിനെ പറ്റി ഒരു ധാരണ ഉണ്ടാണ്. ഞാൻ വലിയ ആളായിരിക്കുന്ന ഒരു ധാരണ ആയിരിക്കും ഉണ്ടായിരിക്കും. വറാഹൽ ഖൽഖ മിൻഹു, സൃഷ്ടികളെ റാഹത്താക്കി, ഓന് ഞാൻ വലിയ ആളാണെന്നുള്ള കൊമിൻ തലാമിദത്തിഹി മിൻ ബഅദിഹി, അതുപോലെ തന്നെ തിൽമീദന്മാരെയും ഉസ്താദ് വലിയ ആളാണെന്ന് വെച്ച് തീർക്കുക. ഞാൻ നേരത്തെ കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു, ദർസന്നേ എന്തോന്ന് പറഞ്ഞു, ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ ഹദീസ് വന്നു ബുഖാരിയിൽ. അവൻ ഉസ്താദ് ഖദർ നബിനെ കണ്ടിരുന്നു ചോദിച്ചെന്നോട്. ഞാൻ അവൻ ഒരുപാട് ചേർത്താനെ കണ്ടുകയാണ്, എൻ്റെ കൂടെ തന്നെ ചേർത്താനുണ്ടാവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥമോ, അപ്പം അങ്ങനെ കുട്ടികൾക്കെല്ലാം എന്ത് ചെയ്യുക, വലിയ ധാരണ ഉണ്ടാക്കും. ആ ഞാൻ ഖദർ നബിനെ കണ്ടിരുന്നു മറ്റേ അങ്ങനെ. അപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന സൈസ് ആൾക്കാരൊക്കെ റസൂലുള്ള പറഞ്ഞിരിക്കുന്നതെന്ന് എന്നോട് ഡയറക്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നോട്. അപ്പോൾ എന്താണ്, ഒരു ചങ്ങായി, അച്ചങ്ങായിക്ക് വലിയ ആളാന്ന് വിചാരിച്ചിട്ട് ആരോ എന്ത് ചെയ്തൊരു പൈസക്കാരെ ഒരു കാറ് വാങ്ങി കൊടുക്കാൻ, വേറൊരു ചങ്ങായും പറഞ്ഞ് കാറ് കൊടുക്കാൻ. അവൻ്റെ രണ്ടാളെ പൈസയും കൂട്ടിയാൽ ബെൻസ് കാറ് വാങ്ങാലോ, 2 പൈസയും കൂടി കൂട്ടിയാൽ ബെൻസ് കാറ് വാങ്ങാലോ. അപ്പോൾ ബെൻസ് കാറ് വാങ്ങാൻ, ഇപ്പം ബെൻസ് കാറ് എടുത്തിട്ട് നമുക്ക് പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കൂലേ. അപ്പോൾ അതിൻ്റെ മറുപടി, അത് റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, എന്ത് ബെൻസ് തന്നെ വായിക്കാൻ. ഇങ്ങനെ എന്തും പറയാൻ മടിയില്ലാത്ത കുറേ മുദ്ദഈങ്ങൾ, ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ കുറേ മുദ്ദഈങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊന്നും നമ്മൾ പോയി പെട്ടുപോകരുത്. ഫൈനൽ ഹയ്യത്ത ലാത്തരുതു ഇല്ല ഹയ്യത്തൻ, പാമ്പ് പാമ്പിൻ്റെ കുട്ടിയെ തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. വൈസ്മുഹും ഫീ ഉനുഖിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാൾ വരെ ഞാനൊരു നല്ല ആളാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ആളൊക്കെ ഞാൻ വലിയ മഹാനാണെന്ന് വിചാരിച്ച് നടന്നിട്ട് എന്ത് അബദ്ധം അവർ ചെയ്തിട്ട് അതിനൊക്കെ കുറ്റം ഇവനിക്കായിരിക്കും. അപ്പം ഇവൻ നല്ലോണം ആലോചിച്ചിട്ട് വേണം, ആരും എന്ത് ചെയ്യരുത്, പൊങ്ങാൻ പോകരുത്.
എന്നിട്ട് പിന്നെ ലാസ്റ്റ് അർജു മിൻ അല്ലാഹിൽ കരീം അന്ന കുല്ലമൻ നദറ ഫീഹാ ബിൽ അദബി മിൻ മശായിഖ് ഹാദ സമാനി അലിമ യഖീനൻ അന്നഹു ലം യശുമ്മ റായിഹത്തുൽ വിലായത്തി ഫളലൻ അൻ ഹുസൂലിഹാ ലഹു ഫയസ്തരീഹു മിൻ അദ്ദആബിൽ കാദിബത്തി വയജിദു നഫ്സഹു ആരിയൻ അൻ സിഫാത്തിൽ ഔലിയായി റളിയല്ലാഹു അൻഹും അമ്മാ മല്ലം യുരിദില്ലാഹു ഹിദായത്തുഹു ഫഹുവ തഹ്ത മശിയ്യത്തില്ലാഹി തആല ഉലൈക അല്ലദീന ലം യുരിദില്ലാഹു അൻ യുത്ഹിറ ഖുലൂബഹും ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹത്ത്. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇങ്ങനെ പൊട്ടിമുളച്ചോണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും പെട്ടിക്കട തുറക്കും പോലെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും നമ്മൾ പോരുത് എന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ കാര്യം, നമുക്ക് ഇതിനെപ്പറ്റിയൊന്നൊരു വിവരമില്ല എന്നൊരു ധാരണ നമുക്ക് ആദ്യം വേണം. നമുക്ക് വിവരമില്ലാതെ നമ്മളെ ചോദിച്ചാൽ സാധാരണക്കാരെയും കൂട്ടിയിട്ട് പോകും ഒരു സ്ഥലത്ത്. അവിടെ ഉണ്ടൊരു മഹാൻ. പിന്നെ ഇപ്പം അടുത്ത് ഞാനൊരു ദ്വാ കേട്ടു, ഒരാൾ അള്ളാഹിനോട് ദ്വാരക്കാണ്. അപ്പം അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു തങ്ങൾ കുട്ടീൻ്റെ ദ്വായാണ്. അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അള്ളാഹ്ക്ക് ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ. അള്ളാഹുവെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആളെ പേര് പറയുന്നുണ്ട്. അതിൽ ഒന്ന് എന്നാണ് പാലത്തിൻ്റെ തോടെ ഇരിക്കുന്ന ഒരാൾ. പിന്നെ അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇന്ന ആള്, മറ്റേ വേറെന്താ ഒരു സാദിഖ്, വേറൊരു അമീദ്, കുറേ ആളെ പേര് അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കും. ദ്വാൻ്റെ ഇടക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹ്ക്ക് ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കള്. അള്ളാഹിനോടായി ദ്വാരക്കുന്നത് അതിലിടക്കായി ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായ ഇന്ന ആളുകളെയും. എന്താണ് ഈ സാധുവിനറിയോ ആരാ വലി, എന്താ വലി, എന്തോ തിരിഞ്ഞിട്ടാണോ? അപ്പൊ ഇങ്ങനെ കുറേ ആളുകൾ ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ എന്തെല്ലോ ധരിച്ച് നടക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മളെ ചില മൂല്യന്മാരും കുറച്ച് വിവരമുള്ളവർ എന്നെയും ചിലപ്പോൾ എന്ത് ചെയ്യും അതിൽ പെട്ടു. അവരവിടെ പോകുന്ന കണ്ടാലും നമ്മൾക്കും തോന്നും അവിടെ ഇബ്രാഹിം ഉസ്താദ് പോയിക്കില്ലേ, വേറെ ആരെയും പറയണേ, ഞങ്ങൾ രണ്ടാൾ തന്നെ അവൻ്റെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇബ്രാഹിം ഉസ്താദ് പോയിക്കില്ലേ, പിന്നെ നമുക്ക് പോകുന്നതിന് ഇബ്രാഹിം ഉസ്താദ് എന്തിനാ പോയെന്ന് ഇനിക്കോ. ഇന്നലെ ഞാനത് ഞാൻ പറഞ്ഞത്, ഇബ്രാഹിം ഉസ്താദ് എന്തിനാ പോയതിനോ. ഇബ്രാഹിം ഉസ്താദ് ചിലപ്പോൾ പോയത് എന്തോ അതിൻ്റെ ഇങ്ങേപ്പുറത്തേലും 10 സെൻറ്റ് ഭൂമി ഉണ്ടാവും, അത് വാങ്ങാൻ വേണ്ടി പോയതായിരിക്കും. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പേരിൽ എവിടെല്ലോ പോയിക്കെട്ട് ഉള്ളത് നശിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിയായ ഒരു ഷെയ്ഖ് ഉണ്ടല്ലോ, ഇസ്തിലാഹിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൂപ്പര് പറയാണ്, ഷർത്തുമൈ യതസദ്ദറുൽ മശീഖത്തി വ തർബിയത്തിൽ മുരീദീൻ. ശരിയായ ഒരു ഷെയ്ഖായിട്ടിരിക്കുന്ന ആള് മുരീദുമാരെ തെർബിയത്ത് ചെയ്യാന്ന് പറയുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിനെ പോലത്തെ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരെ പോലത്തെ ആൾക്കാരുടെ നിലപാടെന്താണ്? അവരെ ഷർത്ത് അയ്യരിഫ തലാമിദത്തുഹു മിൻ യൗമി അലസ്തു ബിറബ്ബിക. അവർക്ക് അവരെ ശിഷ്യന്മാരെ പറ്റി ഏത് കാലം മുതൽ വിവരം വേണോ? അലസ്തു ബിറബ്ബിക്കും പറഞ്ഞ കാലം മുതൽക്ക് വിവരം വേണം. അന്ന് മുതൽക്ക് ഇവന്റെ അവസ്ഥ എന്താണുള്ള വിവരം. അതാണല്ലോ ബാബാ മുതുകുന്ന് കുത്തുബായി വന്നവരെന്ന് പറഞ്ഞില്ലേ, അന്ന് മുതൽക്കേ ഇവനെ പറ്റിയുള്ള വിവരം വേണം. ഞാൻ ഇടപെട്ടാൽ എത്രത്തോളം ഇവൻ നന്നാവും, എത്രത്തോളം ഇവൻ ശരിയാവും എന്നതിനെ സംബന്ധിച്ച് നല്ല വിവരം നേരത്തെ തന്നെ ഉള്ള ആളുകളാണ് അത്തരത്തിലുള്ള വലിയ ആ ഇസ്തിലാഹിൽ പറയുന്ന ശേഖന്മാരുണ്ടല്ലോ, ആ ശേഖന്മാര്. ഹാക്കദാ ദറജ അലൈഹിൽ ഔലിയാഉ അസ്ഹാബുൽ ഖദം. അസ്ഹാബുൽ ഖദം എന്ന് പറയുന്ന വലിയ മഹാന്മാരായ ഔലിയാക്കൾ അങ്ങനെയാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീനി, വസയ്യിദി അഹ്മദ് അൽ ബദവി, വസയ്യിദി അഹ്മദ് ബിൻ റിഫായി, വസയ്യിദി അബി സഊദ്, ശൈഖ് സയ്യിദി ദാവൂദ് അൽ അസ്സം, വസയ്യിദി അബീബക്കർ ബിൻ ശിബ്ലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പൊ ആ പറഞ്ഞ മശായിഖന്മാരൊക്കെ അവരുടെ അവസ്ഥയാണ് പറഞ്ഞത്. അവര് ഈ മുരീദന്മാർ എന്ന് പറഞ്ഞ അവർ ചേർക്കുന്ന ആളുകളെ സംബന്ധിച്ച് അലസ്തു ബിറബ്ബിക്കും പറഞ്ഞ സമയം മുതൽക്കേ ആത്മീയമായി അവർക്ക് അവരെ പരിചയമുണ്ട്. അവരെ പോക്ക് എങ്ങോട്ടാണ്, ഒരു ബന്ധം എവിടുന്നാണ്, എവിടത്തേക്കാ പോവുക, ഇതിനെപ്പറ്റിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ടാണ് അവരെ ചെയ്യുന്നത് ആ തെർബിയത്തിൽ ഏറ്റെടുക്കുന്നത്. ഇവരും സ്വന്തം ശിഷ്യന്റെ പേര് ഇരിയാ തന്നെ പോലത്തുണ്ടല്ലോ, പേര് തിരിയണത്തിന് 100 പ്രാവശ്യം ചോദിച്ചാലും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇവനും നേരെ മറിച്ച് അലസ്തു ബിറബ്ബിക്കും പറഞ്ഞ സമയം നോക്കിയാൽ ശരിക്കും ആളെ പരിചയമുള്ളവരും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും. വൈനർ റത്തുബുൽ മഅമൂലു മിനർ റത്തുബിൽ ജനീ. ഈ ഈത്തപ്പഴന്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്ത ഈത്തപ്പഴവും അതേ സമയത്ത് ഒരു ഈത്തപ്പഴം ഉണ്ടാക്കിയിട്ടില്ലേ ഇപ്പൊ മേശമെല്ലാം കൊണ്ടാക്കുന്ന റെഡിമെയ്ഡ് ഈത്തപ്പഴം,
ഈ റെഡിമെയ്ഡ് ഈത്തപ്പഴവും പറിച്ചെടുക്കുന്ന ഈത്തപ്പഴവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അവിടെ ഇതൊക്കെ ഈ റെഡിമെയ്ഡാണ്. ഈ റെഡിമെയ്ഡിലൊന്നും പോയിട്ട് എന്താക്കണ്ട, കുടുങ്ങണ്ട എന്ന് മൂപ്പര് വലിയ ഉപദേശം നൽകുകയാണ്. ദിക്റ് ചൊല്ലിക്കൊടുത്ത് ഇങ്ങനെ എന്തൊക്കെ തരീക്കത്തിലേക്ക് ചേർക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ ഷർത്ത് പോയി അമല് മുസല്ലിക്കൻ അയ്യക്കൂന വലിയ. ആദ്യം അയാൾ എന്തായിരിക്കണം? വലിയായിരിക്കണം. അത് ഈ ചേർക്കുന്ന ആള്. ഫഹല്ലന്ത വലിയും നമ്മൾ ചോദിക്കുകയാണ് ഇവനോട്, ഫഹല്ലന്ത നീ വലിയാണോ? ഫൈൻ കുൽത്തല്ല, ഞാൻ വലിയല്ല എന്ന് പറയുന്നത്. നലായ ജൂസിലൊക്കെ അന്ത തസദ്ദറദിൽ മശീഖത്തി, നീ ഷെയ്ഖായി കുത്തിരിക്കാൻ എനിക്ക് പറ്റൂല. വൈൻ കുൽത്ത അന വലിയും, എല്ലാം പറയാം ഞാൻ വലിയാണ്. വലിയാണെന്ന് പറയുന്നത്. ഔലിയാക്കൾക്കിടയിൽ നടന്നു വരുന്ന പെരുമാറി വരുന്ന ചില ഉലൂമുകളുണ്ട്. അതൊരു കിതാബും നോക്കിയാൽ കാണൂല. വലാ തറക്ക സമഅക ഇൽമു മിൻഹ, അത് നീയിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. വഹിയ കസീറ, ധാരാളം ഉണ്ടത്. അതിന് അത് പറയാൻ വേണ്ടി തന്നെ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. വഖദ് ദക്കർനാ മിൻഹാ ഫി കിതാബിൽ മുസമ്മ തൻബീഹുൽ അഗ്ബിയാ അലാ ഖത്റത്തിൻ മിൻ ബഹരി ഉലൂമിൽ ഔലിയാ. അങ്ങനെ ഒരു കിതാബുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 10,000 ഇൽമോളം ഞാൻ കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഏത് ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന ചില ഇൽമുകൾ. കുല്ലു ഇൽമിൻ മിൻഹാ ലാ യുദ്റകു ലഹു ഖറാർ, അത് എവിടെയും നോക്കിയാൽ കാണൂല. വലാ യുസ്തർ ഫി കിതാബി ഹത്താ യുംകിന തസല്ലുഖു അലാ മഅരിഫതിഹാ ഔ യസ്അല ശൈഖു മിൻ മശായിഖ് ഹാദ സമാൻ. ഇക്കാലത്തുള്ള ഒരു ശൈഖിനോട് ചോദിച്ചാൽ കിട്ടില്ല. ഇൽമിൻ മിൻഹാ ലം യദ്രി ഇസ്മഹു ഫളലൻ അനിൽ ഖൗദി ഫി, അതിനെ പറ്റി പറയാൻ പോയിട്ട് എൻ്റെ പേര് തന്നെ പറയാൻ കഴിയില്ല. വഖദ് അജബ്തു അൻ അദ്കുറക ഹബബ്തു അൻ അദ്കുറക തർഫ മിൻഹാ, അതിൽ കുറച്ച് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞുതരാൻ വിചാരിച്ചു. ഖൗഫൻ അൻ തദുന്ന അന്നഹ അസ്മാഉൻ അലാ ഗൈരി മുസമ്മ. എനിക്ക് ചിലപ്പം വിചാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കുളൂസ് പറയാന്ന് വിചാരിക്കണ്ട. ഇതിലും തസ്മ അഹദം മിൻ മശായിഖിൽ ഖാസിരീൻ തകല്ലമു ഫീ ഇൽമി മിൻഹാ, എന്നൊരു ഇൽമു എന്താക്കില്ല എൻ്റെ മശായിഖന്മാർ നീ കേട്ടിട്ടുണ്ടാവില്ല. അൽ ഉലൂം അല്ലത്തി ലാ യഖ്ലു മിൻഹാ വലിയും. പിന്നെ മൂപ്പരുണ്ട് കുറേ ഇൽമു പറയുന്നു. ഈ കിതാബിൽ കുറേ പറയുന്നുണ്ട്. അതിൽ പറയാണ് ഫാഖൂലു മാമിൻ വലിയിൻ ഹഖ്ലഹു ഖദമുൽ വിലായത്തി ഇല്ലാ വയഅലമുൽ ഉലൂമൽ ലദുന്നിയ കസ്ഫൻ വദൗഖൻ ലാ നഖ്ലൻ വഫഹ്മൻ. അതിൽ കുറേ സംഗതികളും മൂപ്പര് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു ബോധം, ഇതിപ്പോൾ തീർത്തുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ തീർത്തുകൂടെ ഇത് പറയാൻ പറ്റില്ലല്ലോ, അതിനോട് സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ബോധം നമുക്കുണ്ടാകണം. കാണുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്ക് അവിടെ പോകാനും മറ്റുള്ളവരെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാനും നമ്മളാരും തയ്യാറാകരുത് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ സാധ്യം. ഇനി ഇതിൽ തന്നെ മൂപ്പര് പറയുന്നുണ്ട് ഫകുല്ലു മൻ ജമഅ ലഹു ജമാഅത്തൻ ഫീ സാവിയതിഹി. ഈ സാവിയത്ത് കേട്ടില്ല നിങ്ങൾ? ഫകുല്ലു മൻ ജമഅ ലഹു ജമാഅത്തൻ ഫീ സാവിയതിഹി, ഓൻ്റെ ആ സാവിയത്തിൽ കുറച്ചാൾ ഒരുമിച്ച് കൂട്ടിയ കക്ഷികൾ. വജഅല ലഹു സിമാത്തൻ മിമ്മാ യശ്ഹദുഹു മിനൽ ഖൽഖി സാറ ശൈഖൻ ഇൻദൽ ആമ്മത്തി. ആടെ ഒരു സുപ്പറയും പിരിച്ച് നല്ല കോളിങ്ങനെ ഉണ്ടാക്കുക, തിന്നുക. അങ്ങനെ ആയാൽ എന്തായി? ആമ്മത്തിൻ്റെ ഇടയ്ക്ക് ഷെയ്ഖായി. ലിഅന്നഹു ലൈസ ശൈഖു ഇൻദഹും, കാരണം ഓലെടുക്ക ഷെയ്ഖ് തന്നെ ആരാ? ഇല്ലാമൻ കാന ഹൗലഹു ജമാഅത്തുൻ, കുറച്ച് ആൾ കൂടെ ഉണ്ടാകുക. എല്ലാവരുടെയും പോകുമ്പോൾ കൂട്ടാലോ, അങ്ങനെ കുറച്ചാളുണ്ടാകുക. വലൗ കാന മിൻ അക്കാബിരിൽ ഔലിയായി ഫലൈസ ഇൻദഹും ബിശൈഖിൻ, വലിയ വലിയാണ് ഒരാൾ, പക്ഷെ അയാളോട് എന്തില്ല, ഈ ചുറ്റിപ്പറ്റി കുറെ ആളൊന്നുമില്ല. എന്നാൽ ആൾക്കാരുടെ ഇടയിൽ എന്താവൂല? ഷെയ്ഖാവൂല. ഔ ശൈഖുൻ അൽ ഫതീൽ അയബൂന ബിഹി, അതേ അവരെ ഒരു വിലയും വെക്കൂല. ഇങ്ങനെയാണ്. ഫലമ്മാ ലഹദൽ ഖാസിറൂന മിനൽ ആമ്മത്തി ഹാദൽ ലഹദ ലബ്ബസു അലൽ ഖൽഖിൽ ഉമ്മി വദഉൽ വിലായ. സാധാരണക്കാർ ഈ നിലക്ക് അതപ്പറിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു? സാധാരണക്കാർ നിങ്ങൾ വിചാരിക്കുന്ന വെറും സാധാരണക്കാരാണ്. നമ്മൾ മൊയ്ലാൻ വരുന്നത് ഈ സാധാരണക്കാരെ കൊണ്ട് ഉദ്ദേശം തന്നെ ആരാണ്? വെറും സാധാരണക്കാരല്ല. വെറും സാധാരണ കുറച്ചും കൂടി തമീസ്, തീരെ തമീസ് ഇല്ലാത്ത കുറെ മൊയ്ലാന്മാർ. അപ്പോൾ അതാ ഈ സാധാരണക്കാർ. മിനൽ ആമ്മത്തി ഹാദൽ ലബ്ബസു അലൽ ഖൽഖിൽ ഉമ്മി, ഈ അന്ധന്മാരായ സൃഷ്ടികളുടെ മേൽ ഇവർ തെൽബീസാക്കി. വദഉൽ വിലായത വഖാലൂ ലഹും, അവരോട് പറഞ്ഞു ലക്കും മാ തഅകുലൂന വമാ തശ്റബൂന ലിഇൽമിഹിം അന്നഹും മാഹും മശായിഖു ഇൻദൽ ആമ്മത്തി ഇല്ലാ ബിഹിം. അതെ, നിങ്ങൾക്ക് തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഉണ്ട്. കാരണം എന്താ? ഓർക്കറിയാത് ആമ്മത്തിൻ്റെ ഇടയിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുറച്ച് കോളുണ്ടാക്കുക, സുപ്പറ വിരിക്കുക, തിന്നുക, കൂടെ കുറേ ആളുണ്ടാവും. വലാ യഖ്ദിറുന യസ്താദു ഖംഹൻ ഔ ജുബനൻ വലാ അസലം വലാ അദസൻ വലാ ഗൈറ ദാലിക ഇല്ലാ ബിഹിം. അവർക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സമൂഹം മുഖേന കിട്ടുകയാണ്. ഫസാറത്തിൽ മശീഖത്തു ബാബം മിന ഷഹാദത്തി. അങ്ങനെ ആളുകളെ വഞ്ചിച്ച് ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട്. വലാ അംരി,
ലാ യസ്ലഹു അൻ യുസമ്മാ ശൈഖൻ ഇല്ലൽ ഫല്ലാഹൂന وأهل الصناع لأنهم هم الذين يطعمون الشيخ تارة بكسبهم وتارة بنسبهم فالشيخ معدود عند الله تعالى من جملة إيالهم. സംഗതി പറഞ്ഞാൽ ഷെയ്ഖ് പോലല്ല, ഒരിക്കൽ ഭക്ഷണം കൊടുക്കുന്ന ഈ സാധാരണക്കാരാണ്. ഈ ഭക്ഷണം കൊടുക്കുന്ന സാധാരണക്കാരാണ്. ഓല് നല്ല ഇഖ്ലാസോടെ എന്താക്കുന്നത് കൊടുക്കുന്ന ഓലാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ്. ഇവർ ആ ഷെയ്ഖാണ് യഥാർത്ഥത്തിൽ ഇയാല്. ഇങ്ങനെ കുറേ സംഗതികൾ മൂപ്പർ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മൂപ്പർ പറഞ്ഞു ഫഖൈറുന്നാസി മൻകാന മുഖ്ബിലൻ അലാ ഹിർഫത്തി. അതുകൊണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാന്ന് നിങ്ങൾ ഓരോരുത്തരുടെ പണിയായിട്ട് പോകുന്നവർ. മുഅദ്ദിയൻ ലി ഖർദിഹി, അവൻ്റെ പരിപാടിയും അവൻ്റെ ജോലിയെല്ലായിട്ട് പോകുന്നു. വയത്തസല ഹൗലായിൽ മുദ്ദഈന അജ്മഈൻ, ഈ വാദികളെ ശൈഖ് വാദികളെ മുഴുവനും കൈയൊഴിച്ച് എന്നിട്ട് അവനവന്റെ പണിക്ക് പോകുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. ഫൈന്നഹും ലാ യുഹിബ്ബൂന ഇല്ല തൽമീദല്ലദീ യുത്ഇമുഹും വയബറുഹും. എന്തുകൊണ്ട് ഈ ശൈഖന്മാര് ഓലിക്ക് പൈസയും കാര്യവും കിട്ടുന്ന പോലല്ലാതെ ഓല് ഇഷ്ടപ്പെടൂല. ഫലിദാലിക യുഖദ്ദിമൂനഹു അലാ അഖ്റാനിഹി. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇയാളെ പോലെ മുന്തിച്ചു വെക്കുന്നില്ല. ആസിയമായി ഇൻകാന യസ്താദുലഹുൽ മുരീദീന വയതീബിഹിം ഇലൈഹിം ഫലിദാലിക യംദഹൂനഹു വയഖൂലൂന ലിതലാമിദതിഹിൽ ഉമ്മി الذين حولهم لأجل اللقمة ما عرف طريقنا غير فلان فيمدحوا أنفسهم ويحث الحاضرين أن يسلكوا مسلك ذلك التلميذ فلا حول ولا قوة إلا بالله العلي العظيم. പൈസയും പണവും ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്ന തിൽമീദ്, അയാളോട് ഭയങ്കര സ്നേഹം, അതൊന്നും ഇല്ലാത്തൊരു സാധുവാണെങ്കിലോ ഓനോടൊരു സ്നേഹമില്ല. ഈ രൂപത്തിലൊക്കെ ആയിട്ട് ഈ ശൈഖന്മാര് ആളുകളെ കബളിപ്പിച്ച് കൊണ്ടുപോകാണ്. അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകരുത്. ഇനി ഇതിനെപ്പറ്റി ആരോടങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലു, ഒരുപാട് സംഗതികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിതാബുകളൊക്കെ നോക്കി വിഷയങ്ങളെക്കുറിച്ച് നല്ല ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. കാണുന്ന എന്തെങ്കിലും കാണുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ചുറ്റുപാട് നമുക്കുണ്ടാകരുത്. അതുപോലെ തന്നെ അത്തരം ആളുകൾ ഉണ്ടാക്കുന്ന ഇഷ്കാലുകളിൽ നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യരുത്. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇത് ഇപ്പോഴതവിടെ നിർത്തുകയാണ്. ഇമാം ദർദീരി തങ്ങൾക്ക് മിൻഹാജു സാദിഖീൻ വ തിബിയാനി സാലിക്കീൻ അല സിറാത്തുൽ മുസ്തഖീം എന്നൊരു കിതാബുണ്ട്. ചെറിയതാണ്, ഇതിൽ കഴിയുന്ന എല്ലാവരും നോക്കണം. എന്നോട് പറയുന്നത് അതിൽ മൂപ്പര് അഖീദയെ സംബന്ധിച്ച് നല്ലൊരു വിശദീകരണം നമ്മുടെ അഖീദ നല്ല നിലക്ക് പറയുന്നുണ്ട്. ഇതിനു മൂപ്പര് പറയുന്നുണ്ട്, ഈ തസൗഫിനെ ബാധിക്കുന്ന പലരും അഖീദയിൽ പിഴച്ചുപോയി. ആ അഖീദയിൽ പിഴച്ചിട്ട് പലരുടെയും ഈമാൻ നശിപ്പിക്കുകയാണ് തസൗഫിനെ ബാധിക്കുന്ന പലരും എന്ന് ഇതിൽ മൂപ്പര് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വാദമാണ് എന്ത് ഖുവ്വത്തും മൂദ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു വിശ്വാസം, നമ്മൾ ശറഹുൽ ഓതി പഠിച്ചൊരു വിശ്വാസമാണ് എന്ത് ഈ ഇഖ്തിയാരിയായ പ്രവർത്തനങ്ങൾക്ക് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ സൃഷ്ടാവ്, ഖാലിഖ് അല്ലാഹുവാണ്. അല്ല അറല്ല ഖൽഖല്ല, ഖാലിഖുൽ അഫ്ആൽ അല്ലാഹുവാണ്. ആ ഖാലിഖുൽ അഫ്ആൽ അല്ലാഹുവാണെന്നുള്ളതിന് എതിരായിട്ട് വാദിച്ച കക്ഷികളുണ്ട് മുഅ്തസിലത്ത്. പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത് അല്ലാഹു അല്ല, സൃഷ്ടി തന്നെയാണ് എന്നാണ് അവരുടെ വാദം. എങ്ങനെയാണ് അവർ വാദിക്കുന്നത്? പടച്ചവൻ ഒരു കൊടുത്തു വെച്ചൊരു കഴിവുണ്ട്, ആ കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മുശ്രിക്കാന്ന് പറയേണ്ടതാണ്. പടച്ചവൻ കൊടുത്തു വെച്ച കഴിവ് കൊണ്ടാണ്. അത് ബിദ്അത്താണ് എന്ന് ശക്തമായി എല്ലാ ഇമാമിയങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ച് അത് ബിദ്അത്തിന്റെ വാദമാണ്, മുഅ്തസിലത്തിന്റെ വാദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലും പറയുന്നു ഇനി അങ്ങനെയല്ല ഒലെന്നുണ്ടാക്കുകയാണ് തഫ്സീർ എന്നാണെങ്കിലും കാഫിർ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു ബോധം അഖീദയെ സംബന്ധിച്ചും തസൗഫിനെ സംബന്ധിച്ചൊക്കെ നല്ല ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതില്ലാതെ നമ്മൾ എന്തെല്ലാമോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഏതെല്ലോ വിവരമില്ലാത്തവർ പറയുന്നതും കേട്ടിട്ട് നമ്മൾ അതിലൊക്കെ പോയി ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ദീനിയായ വിഷയത്തിൽ നമുക്ക് നല്ല ബോധവും സൂക്ഷ്മതയും ഉണ്ടാകണം. നമ്മൾ ഏതെല്ലോ ആൾക്കാർ പറയുന്നതിനനുസരിച്ചുള്ള പോക്ക് നമുക്ക് പറ്റൂല. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് കിതാബുകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് നോക്കണം, മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ.